ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. അവർ എത്ര കണ്ടാലും പഠിക്കില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേ അതിലൊരു പാഠം അവർ പഠിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മുസ്ലിം പെൺകുട്ടി, കണ്ണൂർ സ്വദേശിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു ഹൈന്ദവ യുവാവുമായി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച വാർത്ത സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായത്. വലിയ ചർച്ചയായിരുന്നു അത്. അതും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലായിരുന്നു ഈ പെൺകുട്ടി ഒളിച്ചോടിപ്പോയത്. തന്നെ ഇത്രയും വർഷക്കാലം പോറ്റി വളർത്തിയ ഉപ്പയും ഉമ്മയും വീട്ടുകാരെയും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് കിരൺ എന്ന് പറയുന്ന യുവാവിനോടൊപ്പം ഒളിച്ചോടിപ്പോയി ഹിന്ദുക്കളുടെ കല്യാണം പോലെ ഏതോ അമ്പലത്തിലോ ക്ഷേത്രത്തിലോ എവിടെയോ വെച്ച് താലി ചാർത്തുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. കല്യാണമൊക്കെ നിശ്ചയിച്ചു വച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഒളിച്ചോടിപ്പോകുന്നത്. ഉമ്മയും ഉപ്പയും ഒക്കെ ധിക്കരിച്ച് മറ്റൊരു യുവാവിനോടൊപ്പം ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചതിൻ്റെ വാർത്തകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഫോൺ സംഭാഷണമടക്കം ആ പെൺകുട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഹസൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതിൻ്റെ ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കിരൺ എന്ന ഹൈന്ദവ യുവാവിനോടൊപ്പം ഒളിച്ചോടിപ്പോയ സംഭവത്തിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, അവളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്താണ്, വഴിത്തിരിവ് എന്താണെന്ന് അറിയാൻ ഞാൻ നിരന്തരം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഈ വിഷയത്തിൽ കണ്ണൂരിലെ മുണ്ടേരിക്കടവിൽ ദിയയുടെ നാട്ടുകാരനും അയൽവാസിയുമായ ഒരു സുഹൃത്തുമായി ഞാൻ നടത്തിയ ഫോൺ സംഭാഷണം നിങ്ങളുമായി പങ്കുവെക്കാം. ഈ വിഷയത്തിൽ ദിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ അയൽവാസിയും നാട്ടുകാരനുമായ ഹാരിസ് എന്ന് പറയുന്ന സഹോദരനുമായി അദ്ദേഹം നടത്തിയ ഒരു ഫോൺ സംഭാഷണം അതുകൂടി ഞാനൊന്ന് പ്ലേ ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹാരിസ് ഭായ് അല്ലേ? അതെ. ഹാരിസ് ഭായ്, എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ കരുനാപ്പള്ളി എന്ന് വിളിക്കാം. ഞാനൊരു യൂട്യൂബറാണ്. ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ പേരും. ഈ നമ്പർ എവിടുന്നാ കിട്ടിയ? നിങ്ങളുടെ നമ്പര് പിന്നെ അവിടെ ഒരു ഹാരിസ് മൗലവി എന്താണ് മൗലവി അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത്. ഹാരിസ് ഭായിയെ വിളിക്കുന്നത് സംസാരിക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ നാട്ടിൽ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് ഭായിക്ക് അടുത്താണോ? തമിഴ്നാടല്ലേ? മുണ്ടേരി കടവ് അല്ലേ? അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമദാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എൻ്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായി ആ സംഭവം, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് വല്ല വിവരമുണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പിന്നെ ഹാരിസ് ഭായിയെ കോണ്ടാക്ട് ചെയ്യുന്നത്, പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ, അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്ന് പങ്കുവെക്കാമോ? അല്ല, അത് കുട്ടി വന്നിന്, അവർ ഒഴിവാക്കിയതിന് ഒരു ദിവസം വന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് മുന്നോട്ട് പോവാൻ നീക്കോന്ന് പറഞ്ഞ് രജിസ്റ്റർ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് വ്യക്തമായില്ല ഹാരിസ് ഭായി പറഞ്ഞത്. ഇവർ ഒളിച്ചോടി പോയതിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവര് ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവര്. ഓക്കെ. രജിസ്റ്റർ ഹാജരാകുന്നത് പോലീസ് സ്റ്റേഷനിൽ അന്ന് കാണാതെ ഒളിച്ചോടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നടന്ന് അവള് നമ്മൾ സംസാരിച്ചിന്. ഓളെ ഉമ്മയും ഉപ്പയും ഒരു ചെറിയ അനുജത്തി ഉണ്ടായിരുന്നു. അവളെ പോയി സംസാരിച്ചിട്ട് ലാസ്റ്റ് അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അന്ന് വന്നിട്ടില്ല. അപ്പൊ അവർ തന്നെ പോയി വന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി. ഇപ്പൊ അടുത്ത് അവർ തിരിച്ചു വന്നു, ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു. അങ്ങനെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല, അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അവർ തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ സ്വീകരിച്ചു. ആയിട്ടുള്ള ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു. അതായിട്ടുണ്ടാവും വിചാരിക്കണം. അതെയോ? ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ്. നമ്മളൊരു അറിയുന്നത് അങ്ങായിട്ട് മകൾ തന്നെയാണ്. അവർ തിരിച്ചു വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് അവർ കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങള് എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങള്, ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിൽ അകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി
ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത്. എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് ഈ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത്. സംഭവം ഉണ്ടായിട്ടുണ്ടോന്നല്ല, വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് വെച്ചാൽ അറിയില്ല. പിന്നെ അവനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ അറിയാം. വെച്ചാൽ ഓൾ ഉദ്ദേശിച്ച പോലത്തെ നമ്മളിപ്പോ ഒരാൾ ഒരു പെൺകുട്ടി എത്തനത്തിൽ ഒളിച്ചോടുമ്പോ അവന്റെ അടുത്ത് നിന്ന് നല്ലതായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാന്നുള്ളിലായിരിക്കുമല്ലോ പോകുന്നത് ഒന്നിക്കല്. തീർച്ചയായും. അല്ല, ഈ അവരുടെ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ എന്താണ് ഈ പെൺകുട്ടിയുടെ? പെൺകുട്ടിയുടെ സാമ്പത്തിക ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ് അത്. ഈ ഉപ്പാന്ന് പറയുന്ന ചങ്ങായിന്റെ അടുത്ത് നിന്ന് നല്ലതായ രീതിയിലുള്ള ഒരു ഇത് അവർക്ക് കിട്ടിയില്ല എന്നാണ്. അത് ഒരു അങ്ങനെയാണ്. അദ്ദേഹം ഒരു കാലം നല്ലതായിരുന്നു. അല്ല ഹരീഷ് ഭായ്, ഇവര് ഒളിച്ചോടി പോയി പിന്നീട് ഇവര് കോടതിയിലൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ഹാജരായതിനു ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഇപ്പൊ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ച് വീണ്ടും കണ്ണൂരിലേക്ക് മടങ്ങി വന്നു. അവിടെ ജീവിക്കുമ്പോൾ തന്നെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതായത് ഈ കിരണിനെ അവൾ സ്വീകരിച്ചെങ്കിലും ഞങ്ങളുടെ മകളാണ്, മരുമകനാണ്, അങ്ങനെ ഒരു ബന്ധം ഇവർ പുലർത്തിയിരുന്നു. അല്ല, വിളിക്കലുണ്ടെന്ന് ബന്ധപ്പെട്ട് പരമാവധി അവളെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ് ബന്ധപ്പെട്ടിട്ട്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞത്. അതന്നെ, വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. പിന്നെ അത് കല്യാണം കഴിക്കുന്നതിന് ഏകദേശം സമയം ആയിന് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. അത് നല്ല ടീമായിട്ട് എൻഗേജ്മെന്റ് നടന്നെയാണ്. അത് ശരി. ആ സമയത്താണ് ഇവള് പോകുന്നത്. അത് ശരി. അങ്ങനെ ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള നല്ലൊരു ചങ്ങായിയാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ചങ്ങായിയാണ്. അവനെ ഒഴിവാക്കിയാണ് ഇവള് പോയത്. ശരി. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കഴിയാതെ കൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവാന്ന് വിശ്വസിക്കുന്നു. അല്ല, ഇപ്പോ ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുക്കുകയോ ഇവന്റെ കൂടെ പോയതിനു ശേഷം ഈ പീഡനങ്ങൾ ഉണ്ടായെന്ന് അങ്ങനെ എന്തെങ്കിലും അറിയാവോ? അങ്ങനെ കൊടുത്തിട്ടില്ല. ഇതിനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഇതേ അവിടെ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞത്. ശരി. കണ്ടില്ലേ, ഇതാണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്. ഈ പെൺകുട്ടി ഒളിച്ചോടി പോയി ഇവർ നേരെ രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് ഇവർ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അവിടെ എന്തോ താമസിച്ചു എന്നൊക്കെ പറയുന്നു. പിന്നീട് കുറെ മാസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതോടൊപ്പം ഹസൻ സാഹിബ് മറ്റൊരു ഫോൺ സംഭാഷണത്തിന്റെ കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് പുറത്തുവിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എനിക്കും അത് ചോദിക്കാൻ കഴിയില്ല. ഏതായാലും അതിനകത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. ഇതോടൊപ്പം തന്നെ മറ്റൊരു ഫോൺ സംഭാഷണം കൂടി ബാക്കിയുണ്ട്. തൽക്കാലം ഞാനത് പുറത്തു വിടുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യത മാനിച്ചിട്ടാണ്. അദ്ദേഹം അതിൽ എന്നോട് പറഞ്ഞത് ഈ പെൺകുട്ടി ശരിക്കും വീട്ടിലേക്ക് മടങ്ങി വന്നത് കിരണിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പീഡനങ്ങൾ കാരണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ അയാൾ നിർബന്ധിച്ചു എന്നുള്ളതാണ്. ഇടയ്ക്കിടെ അയാൾ ബിയർ വാങ്ങിക്കൊണ്ടുവന്ന് നിരന്തരം അത് കുടിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെ പോകെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തന്റെ ജീവിതം പോകുന്നതെന്ന് മനസ്സിലാക്കിയ ദിയ വലിയ അബദ്ധമാണ് തനിക്ക് സംഭവിച്ചതെന്നും എടുത്തുചാട്ടമാണ് താൻ ചെയ്തതെന്നുമൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ ദിയ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇറങ്ങിപ്പോയ മകൾ എങ്ങനെയെങ്കിലും മനസ്സ് തോന്നി തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞ മാതാപിതാക്കൾ വലിയ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി അവളെ സ്വീകരിക്കാൻ തയ്യാറായി. ഇപ്പോൾ ദിയ ഗൾഫിലാണുള്ളത്, ദുബായിലാണുള്ളത്. അവരുടെ കുടുംബക്കാർ തന്നെ ആ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയായി. കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞത്? ഈ കുട്ടിയെ നിരന്തരമായി കൊണ്ട് മദ്യപിക്കാനും മറ്റുമൊക്കെ നിർബന്ധിക്കാറുണ്ട് എന്നാണ് ആ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞത്. അവസാനം ആ പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയാതെ നേരെ തന്റെ സ്വന്തം ഉമ്മയെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്റെ മകളാണ്, ഒന്ന് പ്രസവിച്ച മകളാണ്, എത്ര തന്നെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും തള്ളിക്കളയാനാകില്ലല്ലോ. അതിനാൽ തന്നെ ആ മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടി ഇപ്പോൾ ദുബായിലാണ്. നോക്ക്, ഇതാണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്. ഇതൊക്കെ പലപ്പോഴും പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. നിങ്ങളെ കൈയും കണ്ണുമൊക്കെ കാണിച്ച് പലപ്പോഴും പല ആളുകളും നിങ്ങളെ പ്രണയിച്ച് വീഴ്ത്താറുണ്ട്. ആ പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ നിങ്ങളും തിരിച്ചവരെ സ്നേഹിക്കാറുണ്ട്. പക്ഷെ പാവം പെൺകുട്ടികൾ തിരിച്ചറിയുന്നില്ല അവരുടെ ചതിക്കുഴിയിലാണ് പെട്ടുപോകുന്നത് എന്ന്. നോക്കൂ, മുസ്ലിം പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം തന്നെ തുലയ്ക്കാൻ കാലാകാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയ ഗ്രൂപ്പുകളുണ്ട് ഇവിടെ. അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് എത്രയെത്ര മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവിടെ ഇല്ലാതായി മാറിയത്. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും നേരമില്ല, സമയമില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു ഹിന്ദുവായ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ പെൺകുട്ടിയോ ആണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമായ ഒരു ആൺകുട്ടിയെ വിവാഹം കഴിച്ച് പിന്നീട് മതം മാറുന്നുവെങ്കിൽ പിന്നെ ലവ് ജിഹാദായി, തീവ്രവാദ ബന്ധമായി, അങ്ങനെ പലതരം ആരോപണങ്ങളായി. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് അവരുടെ കണ്ണീരും ശാപവും വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായി
നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല.